സുഭാഷിതം. ഒരു നല്ല ജീവിതം നയിക്കുവാൻ നല്ല ഒരു മനസാക്ഷി ആവശ്യമാണ്. മനസാക്ഷി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ധാർമ്മിക തത്വചിന്ത അല്ലെങ്കിൽ മൂല്യാവസ്ഥകളെ അടിസ്ഥാനമാക്കിയുള്ള വികാരങ്ങളും വിചാരങ്ങളും എന്നൊക്കെ കണക്കാക്കാം. എന്നാൽ തിരുവെഴുത്തുകളിൽ മനസാക്ഷിയെ നമ്മുടെ പ്രവർത്തനങ്ങളെയും ചിന്തകളെയും പോലും വിലയിരുത്തുന്ന നമ്മുടെ ഭാഗമായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. ഒരു നല്ല മനസാക്ഷി എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പൗലോസ് ന്യായാധിപ സംഘത്തിന് മുമ്പാകെ ഇങ്ങനെ പറഞ്ഞു: സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളവും കേവലം നല്ല മനസാക്ഷിയോടുകൂടെ ദൈവത്തിൻ്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന്. മറ്റൊരവസരത്തിൽ പറഞ്ഞത് അപ്പോസ്തല പ്രവർത്തികൾ 24 അധ്യായത്തിൻ്റെ 16 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു: അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. സോ ഐ സ്ട്രൈവ് ഓൾവേസ് ടു കീപ് മൈ കോൺഷ്യൻസ് ക്ലിയർ ബിഫോർ ഗാഡ് ആൻഡ് മാൻ. ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത് തൻ്റെ മനസാക്ഷി മനുഷ്യരുടെ മുമ്പിലും ദൈവത്തിൻ്റെ മുമ്പിലും കുറ്റം വിധിക്കാതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഒരു നല്ല മനസാക്ഷിയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ അതുതന്നെയാണെന്ന് നമുക്ക് കണക്കാക്കാം. മഹാത്മാഗാന്ധി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: "There is a higher court than courts of justice, and that is the court of conscience. It supersedes all other courts." നീതിന്യായ കോടതിയേക്കാൾ ഉയർന്ന ഒരു കോടതിയുണ്ട്. അത് മനസാക്ഷിയുടെ കോടതിയാണ്. അത് മറ്റെല്ലാ കോടതികളെയും മറികടക്കുന്നു. വളരെ അർത്ഥവത്തായ ഒരു വാക്യമാണ്. മനുഷ്യന്റെ ഏത് ചിന്തയും അവന്റെ മനസ്സിലാണ് ആദ്യം അങ്കുരിക്കുന്നത്. ആ ചിന്തകളാണ് പിന്നീട് പ്രവർത്തന പദത്തിൽ എത്തുന്നതും. നമ്മുടെ ചിന്തകളും പ്രവർത്തനങ്ങളും കുറ്റമറ്റതാണോ എന്ന് മനസാക്ഷിയുടെ കോടതിയിൽ വിധിക്കേണ്ടതുണ്ട്. അങ്ങനെ വിധിക്കുമ്പോഴാണ് പൗലോസ് പറഞ്ഞതുപോലെ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി ഉണ്ടാകുന്നത്. അത് ഒരിക്കൽ മാത്രമല്ല, എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം പരിശോധിക്കേണ്ടതും. മനസാക്ഷിയുടെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നു. മനസാക്ഷി സാക്ഷ്യം പറയുന്നു എന്ന് റോമർ 2:15 എഴുതിയിരിക്കുന്നു. 1 യോഹന്നാൻ 3:21 എഴുതിയിരിക്കുന്നത്: പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ഒരു ചിന്ത വന്ന് അതനുസരിച്ച് പ്രവർത്തിച്ചതിന് ശേഷം പലപ്പോഴും നമ്മുടെ ഹൃദയം കുറ്റം വിധിക്കാറില്ലേ? അത് ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് പറഞ്ഞത് തെറ്റായി പോയി എന്നൊക്കെ നമ്മുടെ ഹൃദയത്തിൽ വരാറില്ലേ? മനസാക്ഷി നമ്മെ ആക്ഷേപിക്കാറുണ്ട്. യോഹന്നാൻ 8:9 എഴുതിയിരിക്കുന്നത്: അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി എന്ന്. തീത്തോസ് 1:15 വായിക്കുന്നത്: ശുദ്ധിയുള്ളവർക്കെല്ലാം ശുദ്ധം തന്നെ, എന്നാൽ മലിനന്മാർക്കും അവിശ്വാസികൾക്കും ഒന്നും ശുദ്ധമല്ല. അവരുടെ ചിത്തവും മനസാക്ഷിയും മലിനമായി തീർന്നിരിക്കുന്നു. ഈ മലിന മനസാക്ഷിയെ നല്ല മനസാക്ഷിയാക്കി തീർക്കുവാൻ എന്ത് ചെയ്യണമെന്ന് എബ്രായർ ലേഖനകർത്താവ് പറയുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. വളരെ ലളിതമായി പറഞ്ഞാൽ, യേശു കർത്താവിൽ വിശ്വസിച്ച് യേശുവിനോട് നമ്മുടെ ദുർമനസാക്ഷി നീങ്ങുവാൻ അപേക്ഷിക്കുമ്പോൾ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 പത്രോസ് 3:21 പറയുന്നു: സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. വിശ്വാസത്തിന്റെ മർമ്മമാണ് ശുദ്ധ മനസാക്ഷിയിൽ നിലനിൽക്കുവാൻ കഴിയുന്നത്. നമ്മുടെ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് 1 തിമോഥെയോസ് 1:19 പറയുന്നു. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട്
അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. പ്രിയമുള്ളവരെ, ഒരു നല്ല മനസാക്ഷിയോടെ ജീവിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷിയിൽ ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.